ഹായ് ഗൈസ്, നമുക്കൊരു പാലക്കാടൻ മുട്ടപ്പുഴ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുത്തിച്ചേച്ച ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് നമ്മൾ തക്കാളിയും കറിവേപ്പിലയും പച്ചമുളക് ചീനിയും ഇടുക. എന്നിട്ട് നന്നായി തക്കാളി ഉള്ളിയും വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട മസാലാസ് ചേർക്കാം. പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം തന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായി അതിന് പച്ചമുളക് മാറുന്നവരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വേപ്പർ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി വയ്ക്കും. ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയിൽ കുറച്ച് കുരുമുളകും ചെറുനാരങ്ങയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് നമ്മളതിനെ അരച്ചെടുക്കാം. പുളിവെള്ളം തിളച്ചാൽ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ടയിൽ മഞ്ഞ വീഴാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ മുട്ട പാനിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി അതിനൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് നന്നായി കറിയൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. പാലക്കാടൻ മുട്ടപ്പുഴ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ബൈ.